എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും നിയമങ്ങളും കാറ്റിൽ പറത്തി ട്രംപിന്റെ സാമ്രാജ്യത്വ ഭരണകൂടം വെനസ്വേലയിൽ നടത്തിയ കടന്നാക്രമണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്ന് എല്ലാ ഊഹാപോഹങ്ങൾക്കും അറുതിയായി. വെനസ്വേലയുടെ ശേഖരത്തിൽ നിന്നും ഉദ്ദേശം $200 കോടി 30 മുതൽ 50 വരെ ദശലക്ഷം വീപ്പ എണ്ണ തങ്ങൾ ഉടൻ സ്വന്തമാക്കുമെന്ന് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നു. ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ ചൈനയടക്കം രാജ്യങ്ങൾക്ക് ലഭ്യമാകേണ്ട എണ്ണയാണ് US ഏകപക്ഷീയമായ ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കുന്നത്. അത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപത്തിന്മേൽ US പിടിമുറുക്കുന്നതിന്റെ ആരംഭമായിരിക്കും. കൊളംബിയ അടക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്പിന്റെ ഭാഗമായ ഗ്രീൻലാൻഡും അടക്കം ഭൂപ്രദേശങ്ങളും ജനതകളും ആസന്നമായ US ആക്രമണ അധിനിവേശ ഭീഷണിയുടെ നിഴലിലാണ്. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള രാഷ്ട്രീയവും സൈനികവുമായ തിരക്കിട്ട കൂടിയാലോചനകളുടെ വേദിയായി മാറിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് കൈയടക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുമുള്ള കൂടിയാലോചനകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള രാഷ്ട്രീയ ന്യായീകരണങ്ങളാണ് തയ്യാറായി വരുന്നത്. ഗ്രീൻലാൻഡ് കൈയടക്കുകയെന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്ന് പുതിയ വ്യാഖ്യാനമാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം 57,000 ജനങ്ങൾ മാത്രമുള്ള ഗ്രീൻലാൻഡ് എന്ന ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശം സ്വന്തമാക്കാൻ സൈനിക ഇടപെടലിന്റെ ആവശ്യമില്ലെന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. USന് സ്വന്തം സൈനിക താവളങ്ങളും സന്നാഹങ്ങളുമുള്ള ഭൂപ്രദേശം സ്വന്തമാക്കാൻ മറ്റാരുടെയും അനുമതി ആവശ്യമില്ലെന്ന് അവർ വിലയിരുത്തുന്നു. ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യകക്ഷികളുടെ ശക്തമായ എതിർപ്പ് അവർ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. അതിനാവശ്യമായ രാഷ്ട്രീയ സിദ്ധാന്ത ചട്ടക്കൂടിനു തന്നെ അവർ രൂപം നൽകിയിരിക്കുന്നു. US സൈനികമായി ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ മുതിർന്നാൽ നാറ്റോയിലെ മറ്റ് 31 അംഗരാജ്യങ്ങളിൽ ഒന്നുപോലും അതിനെ എതിർക്കാൻ മുതിരില്ലെന്ന് ട്രംപിന്റെ ഉപദേശകരിൽ പ്രമുഖനായ സ്റ്റീഫൻ മില്ലർ പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥ ലോകത്തെ നിയന്ത്രിക്കുന്നത് കരാറുകളോ പരസ്പര സഹകരണമോ അല്ല, മറിച്ച് അധികാരവും കരുത്തും അത് പ്രയോഗിക്കാനുമുള്ള ചങ്കൂറ്റവുമാണ്. അതാണ് എല്ലാ രാഷ്ട്രീയ നിയമങ്ങളെയും മര്യാദകളെയും കരാറുകളെയും കീഴ്വഴക്കങ്ങളെയും കാറ്റിൽ പറത്തുന്ന പുതിയ US ഭരണകൂട ഭീകരതയുടെ സൈദ്ധാന്തിക അടിത്തറ. US സേനയിൽ 13 ലക്ഷം സജീവ അംഗങ്ങളാണുള്ളത്. ബാക്കി വരുന്ന 31 അംഗരാഷ്ട്രങ്ങൾക്കും കൂടി പരമാവധി 22 ലക്ഷം അംഗങ്ങളുടെ ശേഷിയാണ് കണക്കാക്കപ്പെടുന്നത്. ഗ്രീൻലാൻഡിന്റെ രക്ഷാകർതൃത്വം അവകാശപ്പെടുന്ന ഡെൻമാർക്ക് സേനയുടെ അംഗബലമാകട്ടെ കേവലം 13,100 മാത്രം. 2025-ൽ US സൈനിക ചിലവ് $84,500 കോടി ആയിരുന്നെങ്കിൽ മറ്റ് അംഗരാഷ്ട്രങ്ങൾ വകയിരുത്തിയിരുന്നത് $55,900 കോടി മാത്രം. ഈ വസ്തുതയാണ് ഏതറ്റം വരെയും പോകാനും ആരെയും വെല്ലുവിളിക്കാനും ട്രംപിന്റെ ഭ്രാന്തൻ ഭരണകൂടത്തെ പ്രാപ്തരാക്കുന്നത്. ലോകം സാക്ഷ്യം വഹിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ സവിശേഷതകളോടുകൂടിയ നവസാമ്രാജ്യത്വ നവകോളനി രാക്ഷസീയതയുടെ ഉദയത്തെയാണ്. ട്രംപ് ഭരണകൂടം ഉന്നയിക്കുന്ന തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായ വെല്ലുവിളി എന്ന വാദം നിലവിലുള്ള ലോകക്രമത്തെ അട്ടിമറിച്ച് ലോകത്തിന്റെ ആകെ സമ്പത്ത് യഥേഷ്ടം കൊള്ളയടിക്കാനുള്ള US സാമ്രാജ്യത്വ പദ്ധതിയെ ന്യായീകരിക്കാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ്. കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന യാഥാർത്ഥ്യത്തെയാണ് ട്രംപ് ഭരണകൂടം പ്രതിനിധാനം ചെയ്യുന്നത്. വെനസ്വേലയിൽ എന്ന പോലെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കി കൊള്ളയടിക്കുക എന്നതാണ് ഇവിടെയും US ലക്ഷ്യം. അറ്റ്ലാന്റിക്, ആർട്ടിക്, പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ റഷ്യയ്ക്കും യൂറോപ്പിനും USനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡിന്റെ തന്ത്രപ്രാധാന്യവും അനിഷേധ്യമാണ്. ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും ഗ്രീൻലാൻഡ് മഞ്ഞുകവചത്തെ അതിവേഗം ഉരുക്കി നഗ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് എണ്ണയുടെയും പ്രകൃതിവാദത്തിന്റെയും സമ്പന്ന ശേഖരങ്ങളിൽ ഒന്നിനെ ഉൾക്കൊള്ളുന്നു. അവിടുത്തെ മഞ്ഞുപാളികൾക്കിടയിൽ ചെമ്പ്, ലീഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ സർവ്വപ്രധാനമായ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുരുക്കത്തിന് വേഗത കൂടിയതോടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ചരക്കു നീക്കം സമയം പകുതിയായി ചുരുങ്ങും. യൂറോപ്പ്, റഷ്യ, ചൈന, കിഴക്കൻ ഏഷ്യ തുടങ്ങിയ ഭൂപ്രദേശങ്ങളുടെ കേന്ദ്രസ്ഥാനത്തുള്ള ഗ്രീൻലാൻഡ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഒരു പുതിയ യുദ്ധഭൂമിയായി വികസിക്കുകയാണ്. അവിടെയാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്ന US സാമ്രാജ്യത്വ പദ്ധതിയുടെ പ്രസക്തി. ഒരു വെടി പോലും പൊട്ടിക്കാതെ, ഒരു തുള്ളി രക്തം പോലും ചീന്താതെ കേവലം 57,000 മാത്രം വരുന്ന ഒരു ജനതയെ അപ്പാടെ വിലക്കെടുത്ത് അവരുടെ മണ്ണും സമ്പത്തും ഒറ്റയടിക്ക് കൈക്കലാക്കാനുള്ള പദ്ധതിയാണ് ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നത്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ പിടികൂടി ചങ്ങലക്കിട്ട് അടിമകളാക്കി അവരുടെ ചോരയും വിയർപ്പും ജീവനും കൊണ്ട് പടർത്തുയർത്തിയ US സാമ്രാജ്യത്വം ലോകത്തെവിടെയുമുള്ള ജനങ്ങളെ അവരുടെ മണ്ണിൽ തന്നെ അടിമകളാക്കി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ സാമ്രാജ്യത്വ പദ്ധതിയാണ് സ്വപ്നം കാണുന്നതും വിഭാവനം ചെയ്യുന്നതും.